നമുക്കൊപ്പം സൗമ്യ സരിൻ ചേരുന്നുണ്ട്. എന്താണ് HMPV വൈറസുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടതുണ്ടോ വേണ്ടതില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ വിദഗ്ധരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ 20 വർഷം മുമ്പ് ഇന്ത്യയിൽ തന്നെ 20 വർഷം മുമ്പ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ വർഷവും 20ഓളം കുട്ടികൾക്ക് HMPV ബാധയുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സൗമ്യ സരിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൗമ്യ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ സ്കോട്ട്ലൻഡിലാണെന്ന് തോന്നുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തിയോ? ഹായ് അരുൺ, ഞങ്ങള് സ്കോട്ട്ലൻഡിൽ നിന്ന് തിരിച്ചെത്തി 3-4 ദിവസമായി. ഞാനിപ്പോ ഷാർജയിലാണ്. ഓക്കെ സൗമ്യ, അപ്പോൾ നമ്മള് വാർത്തയിലേക്ക് എത്തിയാൽ HMPV വൈറസിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പലർക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൊറോണ പോലെ 2ാം ഘട്ടമാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അത്രയ്ക്കൊന്നും വലിയ ആശങ്ക വേണ്ടതില്ലല്ലോ അല്ലേ? ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രധാന കാരണം ഈ ആശങ്കയുടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചൈന എന്ന് പറയുന്ന ഒരു വാക്കാണെന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ഇപ്പൊ ചൈനയെ കാണുന്നത് ഒരു സംശയദൃഷ്ടിയോട് കൂടിയാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. കാരണം ഇങ്ങനെയുള്ള അത്യപൂർവമായിട്ടുള്ള ചില വൈറസുകളുടെ ഒരു സോഴ്സായി നമ്മൾ പലപ്പോഴും ചൈനയെ കാണാറുണ്ട്. അതിനേക്കാൾ ഉപരി അവിടെയുള്ള ചില ഇൻഫെക്ഷൻസിന്റെ, ഇപ്പൊ കോവിഡിന്റെ ഒക്കെ ചില വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നില്ല എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിൽ എന്തെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, കോവിഡിന് ശേഷം പ്രത്യേകിച്ച്. പക്ഷേ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ആ ഭയത്തിന്റെ ആവശ്യമില്ല. കാരണം പലരും ഇതിനെ കോവിഡുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു. ഇത് കോവിഡുമായിട്ട് ആകെ ഇതിനുള്ള സാമ്യം എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങളിൽ മാത്രമാണ്. ഇതൊരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, അതാണ് കോവിഡിലും നമ്മൾ കണ്ടിരുന്ന സിംറ്റംസ് അത് തന്നെയാണല്ലോ. ലൈക്ക് നോർമൽ കേസുകളിൽ, അതായത് ചുമ, പനി, തൊണ്ടവേദന, മേലുവേദന, ചെറിയ ശ്വാസതടസ്സം, അങ്ങനെയുള്ള ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എന്ന് പറയും അതിനെ കലക്റ്റീവായിട്ട്. അപ്പോൾ ആ സിംറ്റംസിൽ മാത്രമാണ് ഇതിനൊരു സാമ്യതയുള്ളത്. കോവിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പുതിയൊരു വൈറസ് ആയിരുന്നു. അതെന്താണ് അതിന്റെ സ്വഭാവം, അതെങ്ങനെ പ്രതികരിക്കും, അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അത് പലതവണ ജനിതക മാറ്റങ്ങൾക്കൊക്കെ വിധേയമായ ഒരു വൈറസ് കൂടിയായിരുന്നു. പക്ഷേ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് നമുക്ക് എത്രയോ കാലമായിട്ട് അറിവുള്ള വൈറസ് ആണ്, പ്രോപ്പർലി സ്റ്റഡീഡ് ആയിട്ടുള്ള വൈറസ് ആണ്. 2001 നെതർലാൻഡ്സിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത്. പക്ഷെ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ അതിനുശേഷം ഇത് പ്രോപ്പർലി സ്റ്റഡീഡ് ആണ്. പിന്നെ കാര്യമായ ജനിതക മാറ്റങ്ങൾക്കൊന്നും ഇത് വിധേയമായിട്ടില്ല. 2001 എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, ഇപ്പോഴും ആ വൈറസ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു സമയം, ഈ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി എന്ന് പറയുന്ന സമയം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല, പുറം രാജ്യങ്ങളിലൊക്കെ ഇപ്പം വളരെ ശൈത്യകാലം വളരെ സിവിയർ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ അവിടെ ഈ ശൈത്യകാലത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെതർ വളരെയധികം ഡ്രൈ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനേക്കാൾ ഉപരി നമുക്കൊക്കെ അറിയാം, നമ്മുടെ സ്കിന്ന്, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, ഇതെല്ലാം ഡ്രൈ ആവും. നമുക്കറിയാലോ, തണുപ്പിൽ നമ്മുടെ മുഖമൊക്കെ വളരെയധികം ഒരു വരണ്ട ഒരു ഫീൽ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ ലോക്കൽ ഇമ്മ്യൂണിറ്റി, ഇപ്പൊ മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ ഡ്രൈ ആവുമ്പോൾ അവിടെയുള്ള ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയും. അതുപോലെ തന്നെ വെതർ ഡ്രൈ ആവുമ്പോൾ അത് ഈ വൈറസുകൾക്ക് പെറ്റുവരുവാനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിന്റർ വൈറസസ് എന്ന് പറയുന്ന കുറേ അധികം വൈറസുകൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം എല്ലാ ശൈത്യകാല കൺട്രീസിലും ഉണ്ട്. അത് ഇന്ത്യയിലും ഉണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു സർജ് മാത്രമായിട്ടേ ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞങ്ങള് ചൈനയിലൊക്കെയുള്ള പല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവരെല്ലാം പറയുന്നത് ചൈനയിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ മാസ്ക് പോലും ധരിക്കാൻ ഉള്ള ഒരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ല. അവിടെയെല്ലാം നോർമൽ ആയിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ടുകളിൽ ഇപ്പോൾ അവരുടെ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. അവരതിന്റെയൊക്കെ ജനുവരി 28 തോന്നുന്നു ചൈനീസ് ന്യൂ ഇയർ. അപ്പൊ അതിന്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവരെ കൂടുന്നുണ്ട്, മാർക്കറ്റുകളും എയർപോർട്ടും അതുപോലെയുള്ള തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ടുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അവരവിടെ നോർമലായിട്ടൊരു സർവൈലൻസ് നടത്തിയപ്പോൾ ഈ കേസുകളിൽ കുറച്ചധികം സർജ് കണ്ടു എന്നുള്ളത് മാത്രമേ, അതും വടക്കൻ ചൈനയിൽ ഒരു പ്രത്യേക പ്രവിശ്യയിൽ മാത്രമാണ് കണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതും ICMR ഇപ്പോ ഇന്നലെ അതിന്റെ ഒരു 10 റിപ്പോർട്ടൊക്കെ അയച്ച് അവര് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു നോർമൽ സർവൈലൻസിന്റെ ഭാഗമാണ്. അതായത് ഇപ്പൊ ഈ ശൈത്യകാല രോഗങ്ങളുടെ ഒരു നോർമൽ സർവൈലൻസിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. അതിൽ ധാരാളം വൈറസുകൾ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസും അത് സ്വാഭാവികമായിട്ടും അപ്പോൾ ആശങ്ക വേണ്ടതില്ല എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ, ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞിരിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് ആർക്കും ആശങ്ക വേണ്ട. സൗമ്യ സരിൻ പറഞ്ഞുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ വസ്തുത ഏതായതുകൊണ്ടാണ്. താങ്ക് യു സൗമ്യ സരിൻ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.